നമസ്കാരം. എൻ്റെ പേര് ശ്യാംലാൽ. DJI Osmo Pocket 2 എന്ന ഉപകരണത്തിൻ്റെ ഒരു ലോങ് ടൈം റിവ്യൂവും കുറച്ച് അതുമായി ബന്ധപ്പെട്ട ആക്സസറികളും എൻ്റെ ഒരു അല്പം ലോങ് ടൈം എക്സ്പീരിയൻസ് ഷെയറിംഗും ആവാമെന്ന് കരുതി. ഞാൻ ഈ ഉപകരണം കുറച്ച് നാളായി വാങ്ങിയിട്ട്. ഞാൻ ഇതിനെക്കുറിച്ചൊരു ഇനീഷ്യൽ വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഈ ഉപകരണം പേഴ്സണലി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എനിക്ക് ആദ്യം 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഇടയ്ക്കൊരു ഘട്ടത്തിൽ ഞാനിത് വിൽക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്തിരുന്നു. കാരണം പൊതുവെ നമ്മൾ DSLRകളോ മിറർലെസ് ക്യാമറകളൊക്കെ ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞ് ഇത്രയും ചെറിയൊരു ഉപകരണം കിട്ടുകയും ചെറിയൊരു സ്ക്രീനും ഒക്കെ ആയിട്ട് ഒരു എക്യുപ്മെന്റ് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഉപകരണം പരിചയമുള്ളവരുണ്ടാവും. അപ്പോൾ ഈ ഉപകരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി കൺഫ്യൂഷനായി. മാത്രമല്ല വളരെ ഡെലിക്കേറ്റ് ആണോ എന്നൊക്കെ പറഞ്ഞൊക്കെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം പലപ്പോഴും ഫാമിലി ഫംഗ്ഷനുകളിലും അല്ലാതെയുള്ള ഒക്കേഷനുകളിലൊക്കെ ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ശീലമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഉപകരണം അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം അതാണ് തുടർന്ന് ഇതിലേക്ക് കുറച്ചുകൂടെ ബാക്കി ആക്സസറികളൊക്കെ ആഡ് ചെയ്ത് ഇതിന് കൂടുതൽ ഫംഗ്ഷനാലിറ്റികൾ കൊണ്ടുവരാം എന്ന് കരുതിയത്. ആദ്യം ഞാൻ ഈ ക്യാമറ ഇതിനെക്കുറിച്ച് ഉപകരണത്തെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇത് ഈ മേഖലയിൽ വ്ളോഗിംഗ് ഒക്കെ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം. ഇത് വളരെ ഒതുക്കമുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു 4K റെസൊല്യൂഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്രത്യേകിച്ച് നല്ല മൈക്ക് റെസ്പോൺസ് ഒക്കെയുള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ ഞാൻ എന്തായാലും തുടർന്ന് സീരിയസ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ തുടർന്ന് സീരിയസ് എന്ന് പറയുമ്പോൾ ഞാൻ ടെക്നോളജി വ്ളോഗിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഒരു വെബ് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് നേരെ സംസാരിക്കേണ്ട കാര്യമേ മിക്കവാറും ഉള്ളൂ. ട്രാവൽ വ്ളോഗറൊന്നും അല്ല. എങ്കിലും നമ്മുടെ ലൈഫിലെ മൊമെന്റ്സിനെയൊക്കെ കുഴപ്പമില്ലാതെ പകർത്താനും ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇത് വളരെ ഇഫക്റ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യം ചെയ്ത കാര്യം ഒരു ചെറിയൊരു തിൻ പ്രൊട്ടക്ഷൻ ഫിലിം വാങ്ങിച്ചിട്ട് ഇവിടെയും ഇതിന്റെ ലെൻസിന്റെ പുറത്ത് ഒട്ടിച്ചു. കാരണം കണ്ടിന്യൂസ് ഉപയോഗമൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ഇത്രയും വിലയുള്ള ഒരു ഉപകരണം ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ സർവീസ് ഒക്കെ എങ്ങനെയാണെന്നോ ഉൾപ്പെടെ എനിക്ക് അനുഭവമില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ആദ്യം ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ് ഉറപ്പുവരുത്തി. പിന്നെ ഇതിൽ കണ്ട മുഖ്യമായിട്ട് എനിക്ക് ഏറ്റവും ഇതിനകത്ത് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങളിലൊന്ന് ഇത്രയും ചെറിയൊരു സ്ക്രീൻ സൈസ് ആയിരുന്നു. ഇത്രയും ചെറിയ സ്ക്രീൻ സൈസ് നോക്കി ഈ കാര്യങ്ങൾ പിക്ചർ ഫ്രെയിം ചെയ്യാനും ഒക്കെ നല്ല ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രശ്നം ഒന്ന് പരിഹരിച്ചാൽ തന്നെ ഈ കാര്യം മാറാമെന്ന് വെച്ചു. ശരിക്കും ഇതിന് അതിന്റെ കൂടെ തന്നെ കുറച്ച് ആക്സറി ഒക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ ഈ കാണുന്ന പോയിന്റിൽ ഊരി മാറ്റിയിട്ട് ഇവിടെ കാണുന്ന കണക്ടറിലേക്ക് നിങ്ങൾക്ക് ആപ്പിൾ ഇന്റർഫേസോ ആൻഡ്രോയിഡ് USB Type-C ഇന്റർഫേസോ കണക്ട് ചെയ്തിട്ട് നേരിട്ട് ഫോൺ പ്ലഗ് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് വേണമെങ്കിൽ വലിയ സ്ക്രീൻ കൊണ്ടുവരാം. അപ്പോൾ പിന്നെ അതൊരു ചെറിയ ഓക്വേർഡ് ഫീലായിട്ട് മാറും. വലിയൊരു സ്ക്രീനും ഈ ഒരു ചെറിയ ഡിവൈസ് അതിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെയൊക്കെയുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനുവേണ്ടി തന്നെ ഒരു കേബിൾ വാങ്ങി. ജസ്റ്റ് റെഗുലർ കേബിൾ വാങ്ങിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് എൻ്റെ ഒരു ട്രൈപോഡിൽ ഒരു ഫോണും പിന്നെ ഇതും പിടിക്കുന്ന ഒരു പരിപാടി. അതും ഇവഞ്ച്വലി ഒരല്പം ഓക്വേർഡ് പൊസിഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ സീരിയസ് ആയിട്ടൊരു കാര്യമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫൈനലി ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആദ്യം വാങ്ങാമെന്ന് വിചാരിച്ച് പ്ലാൻ മാറ്റി വെച്ചൊരു വയർലെസ് മോഡ്യൂൾ ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ അത് വാങ്ങാമെന്ന് കരുതി. വയർലെസ് മോഡ്യൂൾ വാങ്ങാമെന്ന് കരുതിയപ്പോഴാണ് വയർലെസ് മോഡ്യൂൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല കിട്ടുന്നത്, ഒരു കോംബോ പാക്കിലാണ് കിട്ടുന്നത്. ഒന്നിലധികം ഉപകരണങ്ങളുടെ ഒരു കളക്ഷനായിട്ടാണ് ഈ വയർലെസ് മോഡ്യൂൾ കിട്ടുന്നത്. ശരി, എങ്കിലും അത്ര വലിയ വിലയില്ല. ഈ ഉപകരണമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്ര വലിയ വിലയില്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെ 2000 രൂപയ്ക്ക് താഴെയാണ് ഈ ടോട്ടൽ കോംബോയുടെ വില. അപ്പോൾ അവരതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ടെക്നോളജി ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്ര വലിയ കൊടുക്കാൻ കുഴപ്പമില്ലാത്തൊരു തുകയാണത്. ഇതിൽ 4 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇതിന് ഹോൾഡ് ചെയ്യാനുള്ള ഒരു മൗണ്ട്. ഈ മൗണ്ട് അത്ര ഞാൻ ഉപയോഗിച്ചു. ഞാൻ അത്ര ഹാപ്പി അല്ല ഈ മൗണ്ടിൽ. അത് മൗണ്ട് നമ്മൾ പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പല ബട്ടണുകളുടെയും പൂർണ്ണമായ ഫംഗ്ഷൻ കിട്ടാത്തൊരവസ്ഥയും അതിന്റെ എല്ലാ ഫംഗ്ഷൻസും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളതുകൊണ്ട് ഈ മൗണ്ടിനോട് എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല. എന്തായാലും അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് അത്ര ഭംഗിയല്ല എന്നുള്ളത്. രണ്ടാമത്തെ ഉപകരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു ജോയ്സ്റ്റിക് ആണ്. ഇതിന്റെ കൂടെ തന്നെ കിട്ടിക്കൊണ്ടിരുന്ന ചെറിയൊരു ജോയ്സ്റ്റിക് ഉണ്ട്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു XY ആക്സിസ് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു റോളാണ്. അപ്പൊ ഈ റോള് ഇത് കൊള്ളാം, ഈ സാധനം കൊള്ളാം. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് പ്ലഗ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ എല്ലാ ഉപകരണങ്ങളും ഇതുപോലെ സ്ലൈഡ് ചെയ്ത് കണക്ട് ചെയ്യാവുന്ന ഒരു ഇന്റർഫേസ് ഉണ്ട്. ഇന്റർഫേസ് ലോങ് ടൈമിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ പലതവണയായിട്ട് പ്ലഗ് ചെയ്യുക അൺപ്ലഗ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുവരെ വലിയ കുഴപ്പമൊന്നും കണ്ടില്ല.
പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു അല്പസമയത്തേക്ക് ഈ ഉപകരണം അപ്ഡേറ്റ് ചെയ്യാൻ, ഈ ഇന്റർഫേസിന്റെ എന്തോ അപ്ഡേഷനുകൾ നടക്കാൻ വേണ്ടി അല്പസമയം എടുക്കും. അത് കഴിഞ്ഞാൽ ഇത് സ്ട്രൈറ്റ് അവേ വർക്ക് ചെയ്ത് തുടങ്ങും. ഇതില് ഏറ്റവും വലിയ മെച്ചങ്ങളിലൊന്ന് ഞാൻ കണ്ടത്, ഈ എക്സ് വൈ ആക്സിസിന്റെ മൂവ്മെന്റ് ഇതുപോലെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഒരു പ്രൊഫഷണൽ ആയിട്ട് ക്യാമറകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാം. ഒരു ചെറിയൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതേ കാര്യം നമുക്ക് ഇപ്പോൾ എക്സ് ആക്സിസ് മൂവ് ചെയ്യാനും വൈ ആക്സിസ് മൂവ് ചെയ്യാനും വളരെ പെട്ടെന്ന് ഈ സ്വിച്ച് ഞെക്കിക്കൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാം. വളരെ കൺവീനിയന്റ് ആയ ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അതാണ് ഇതിനകത്ത് കണ്ട ഒരു ഗുണമുള്ള കാര്യം. പ്ലസ് ഇതിനകത്ത് ഒരു 32 GB മെമ്മറി കാർഡ് കൂടെ ഇതിലൂടെ വരുന്നുണ്ട്. ഇത് ആദ്യമേ വാങ്ങിയിരുന്നെങ്കിൽ അത് പ്രയോജനമുണ്ട്. കാരണം ഞാൻ മെമ്മറി കാർഡ് വേറെ ആയിട്ടാണ് വാങ്ങിയത്. അപ്പൊ നിങ്ങൾ ഇതിന് ഈ പോക്കറ്റ് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ കോംബോ കിറ്റ് ഉൾപ്പെടെ വാങ്ങിയാൽ നല്ലതാണ്. ഇതിന് ക്രിയേറ്റീവ് കോംബോ എന്നൊരു വേറൊരു പാക്കേജ് ഉണ്ട് കേട്ടോ, മെയ്ക്ക് അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷെ ഞാൻ പ്രാക്ടിക്കലി മനസ്സിലാക്കിയ കാര്യം ഇതിന്റെ മെയ്ക്ക് വളരെ നല്ലതാണ്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് പല സൈഡിലും മെയ്ക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം സൗണ്ട് പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ മൈക്ക് ഇല്ലാതെ തന്നെ ഓൾമോസ്റ്റ് മിക്ക സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടക്കുകയും ചെയ്യും. പിന്നെയുള്ളത് ഇതാണ് ഇതിന്റെ പ്രൈമറി. ഈ ഉപകരണത്തിന് വേണ്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കിറ്റ് പ്രൈമറി വാങ്ങിയത്. ഇത് അതിന്റെ വയർലെസ് മോഡ്യൂളാണ്. ആസ് യു കൻ സീ ഹിയർ വളരെ സിമ്പിൾ ആയിട്ട് USB ടൈപ്പ് സി ഒരു ഇന്റർഫേസ് ഉണ്ട് ഇതിന്. അപ്പൊ അതുവഴി കണക്ട് ചെയ്യുന്ന ഒരു വയർലെസ് മോഡ്യൂളാണ്. ജസ്റ്റ് പ്ലഗ് ചെയ്യുക മാത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഒരു കോൺഫിഗറേഷനും ഇല്ല. ദെൻ പവർ ഓൺ ചെയ്യുക. പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തെ വളരെ പെട്ടെന്ന് അത് ഡിറ്റക്ട് ചെയ്യും. ഇവിടെ ഒരു ലൈറ്റ് കത്തും. റെഡ് കളറിൽ സോളിഡ് ലൈറ്റ് കത്തി തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഉള്ള വയർലെസ് മോഡ്യൂൾ ഓൺ ആവും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഫോണിൽ ഇതിന്റെ ഒരു ആപ്പ് ഉണ്ട്, DJI ആപ്പ് ഉണ്ട്. ഈ DJI ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മേളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഉപകരണത്തെ ഡിറ്റക്ട് ചെയ്യും. ദെൻ അതിന്റെ ഒരു വൈഫൈ നെറ്റ്വർക്ക് ഉണ്ട്. ആ വൈഫൈ നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യട്ടെ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ ജോയിൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഈ ഒരു ഡിവൈസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ആവും. കണക്ട് ആയി കഴിഞ്ഞാൽ വിത്തിൻ മൊമെന്റ്സ് നിങ്ങൾക്ക് ഇതിന്റെ ക്യാമറ ഡയറക്റ്റ് ആയിട്ട് ലോഡ് ആവും. ഈ കണക്ടിങ് എന്ന മെസ്സേജ് വന്ന ശേഷം നിങ്ങൾക്ക് കാണാം ഈ ക്യാമറ ഡയറക്റ്റ് ആയിട്ട് ലോഡായി. ഇനി എനിക്ക് ഈ ക്യാമറ ഉപയോഗിച്ച് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് കാണാമെങ്കിൽ എനിക്കിവിടെ ഇതൊരു ജോയിസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാം. അത് എനിക്ക് അവിടെ പോയി ഈ ഉപകരണം എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് വെച്ചുകൊണ്ട് എനിക്കിത് ജോയിസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാം. ദെൻ വീഡിയോ എടുക്കാം, വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് ഓൾറെഡി ഉള്ള വീഡിയോകളെ പ്ലേ ചെയ്യാം. അങ്ങനെ ഉൾപ്പെടെ ഈവൻ ഡൗൺലോഡ് ഒക്കെ ഉൾപ്പെടെ ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. ഇത് പൂർണ്ണമായിട്ടും വയർലെസ് ആണ്. ഒരു ലാഗും ഇല്ലാതെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. മാത്രമല്ല ഇതൊരു ബേസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇത് വെക്കാം, വെച്ച ശേഷം ഷൂട്ട് ചെയ്യാം. അപ്പൊ അത് മൊത്തമായിട്ട് ഇതിന്റെ ഒരു ഉപയോഗത്തിന്റെ രീതിയെ തന്നെ മാറ്റിമറിക്കാവുന്ന രീതിയിൽ ഒരു ആപ്പ് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇതിനകത്ത് ഈ കിറ്റിനകത്ത് വരുന്നതിൽ എനിക്ക് പ്രൈമറിലി പറയാൻ തോന്നിയത് ഈ XY ആക്സിസ് മൂവ് ചെയ്യാനുള്ള സ്റ്റിക്കും അത് കൂടാതെ ഈ വൈഫൈ മോഡ്യൂളുമാണ്. മോഡ്യൂൾ അബ്സല്യൂട്ട്ലി പ്രയോജനമുള്ള സംഭവമാണ്. ഇത് പക്ഷേ ഇതൊന്നും ഉണ്ടാവും നമ്മളിവിടെ ഇതെല്ലാം പിടിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് പിടിപ്പിക്കാൻ സ്ഥലമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഓൾമോസ്റ്റ് ഒരു വേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയത്. ഇതില് എനിക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഇതിന്റെ താഴത്തായിട്ട് തന്നെ ഇവർക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു സ്ക്രൂ കൂടെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ട്രൈപോഡ് മൗണ്ട് ചെയ്യാമായിരുന്നു. അതിന് ട്രൈപോഡ് മൗണ്ട് ആക്സറി വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ട്രൈപോഡ് മൗണ്ട് ആക്സറി വേറെ ഉണ്ട്. അതിന്റെ പ്രശ്നം ഈ ട്രൈപോഡ് മൗണ്ടിൽ പിടിപ്പിച്ചാൽ വയർലെസ് മോഡിൽ പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാം കൂടി ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ട്. അതിന് ഇച്ചിരി കനം വെച്ചിട്ട് ഒരു സ്ക്രൂ ചെയ്യാനുള്ള ഒരു പോയിന്റ് കൂടെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി ആയേനെ എന്ന അഭിപ്രായമുണ്ട്. എന്തായാലും ഇത്രയാണ് ഈ ഉപകരണത്തെ കുറിച്ചുള്ള ഒരു ക്വിക്ക് റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.